ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും കാര്യം നടന്നില്ല. ചാർജ് ഒട്ടും ഇല്ലായിരുന്നു. രാവിലെ ഓഫായി കിടക്കുമായിരുന്നു കേട്ടോ മൊബൈൽ. പിന്നെ എൻ്റെ കാപ്പി ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് മൊബൈൽ എടുക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ കുത്തിയിട്ടിട്ട് ചാർജ് വരാനായിട്ട് സമയം എടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുപ്പ് നടന്നില്ല. അപ്പോൾ അതേ പാത്തുക്കുട്ടിയെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി നിർത്തിയേക്കാം കേട്ടോ. ഇന്നലെ യൂണിഫോം ഇടേണ്ട ദിവസമായിരുന്നെങ്കിൽ ഇന്നലെ യൂണിഫോം ഇട്ട് പോകാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു 2-3 ദിവസം കൊണ്ട് ഇവിടെ മഴയൊക്കെയാണ്, അതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നന്നായിട്ട് ഉണക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് വെയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട്, മഴക്കോളും ഉണ്ട്, എന്നാലും നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ സ്റ്റാച്ചു കളിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പ്രതിമ പോലെ നിൽക്കാം അമ്മച്ചി, ഇങ്ങനെ സ്റ്റാച്ചു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആൾ. അപ്പോൾ എനിക്ക് മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ ആയിട്ട് പോകാനുണ്ടായിരുന്നു, മരുന്നെടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും 11 മണിയായി കേട്ടോ. ഞാൻ കയറി വന്നപ്പോഴത്തേക്കും ഓട്ടോയൊന്നും കിട്ടിയില്ല, പിന്നെ ഇങ്ങ് നടന്ന് കയറി ഇങ്ങ് പോരുന്നു. അപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാവിലത്തെ എൻ്റെ പരിപാടി ഈ തുണികളെല്ലാം ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പൊടിയിട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് തുണി കഴുകലും ഒന്നും നടക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കഴുകിയിട്ട തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ മഴയത്തൊന്ന് വെള്ളം തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇടവില്ല. നമ്മളെ വാരാന്തൊക്കെ പൊളിഞ്ഞ് പോയല്ലോ, അതുകൊണ്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുറച്ച് വെയിലൊക്കെ കാണുന്നത് കൊണ്ട് ഞാനെടുത്ത് രാവിലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാക്കകളെല്ലാം മത്സരിച്ച് വിളിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരെ ഓട്ടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല. മിക്കപ്പോഴും ഞാൻ കണ്ണാടി എടുത്തിട്ടാട്ടോ ഇറങ്ങുന്നത്. കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലാഷ് അടിക്കുമ്പോഴത്തേക്ക് അവരൊക്കെ ഓടിക്കളയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതും മെനക്കെടാനും വയ്യ. ഞാനിപ്പോൾ വോയിസ് കൊടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും വെയിലിൻ്റെ ആ ഒരു എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാക്കകളൊന്നും പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് കാക്കകളൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങളാരും അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. എൻ്റെ വർത്തമാനം മാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ തുണികളൊക്കെ ഒന്ന് കഴുകി വെള്ളം തോരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങ് വീടിനകത്തോട്ട് കയറി വന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റവും കൂടെ അടിച്ചിട്ട് കയറാമെന്ന് വെച്ചിട്ടായിരുന്നു നിന്നത്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ നിന്നത്. പെട്ടെന്ന് മഴ അങ്ങോട്ട് ചാറി, അതുകൊണ്ട് പിന്നെ അതവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഞാനിങ്ങ് അടുക്കളയിലേക്ക് വന്നു. ഇന്ന് നമുക്ക് നെത്തോലിയും കിട്ടിയിട്ടുണ്ട്, ചെറിയ ചൂരക്കുട്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെത്തോലി ഒന്ന് വറ്റിച്ച് വെക്കാമെന്ന് ഉമ്മച്ചി പറഞ്ഞു. ചൂര ഒരെണ്ണം മാറ്റി വെച്ചു, നാളത്തേക്ക് എടുക്കാമല്ലോ. ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ 2 ദിവസം മുന്നേ വെച്ചില്ലയോ തലക്കറി വെച്ചില്ലേ, അപ്പോൾ അതുപോലെ അങ്ങ് വെക്കാനായിട്ട് വാപ്പ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അതുപോലെ വെക്കാനായിട്ട് ഞാനിവിടെ മീനൊക്കെ കട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ചിട്ട് വോയിസ് അങ്ങ് മുറിഞ്ഞു പോയി കേട്ടോ. മറ്റൊന്നുമല്ല, വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം ഞാനങ്ങ് ഓഫ് ചെയ്തതാണേ. അപ്പോൾ അതേ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പുറത്ത് മഴ ചാർന്നത് കൊണ്ടാണ് കേട്ടോ മീൻ ഞാൻ അകത്ത് വെച്ച് കഴുകുന്നത്. വേറെ ഒന്നും വിചാരിക്കണ്ട, പുറത്ത് കൊണ്ടുപോയിട്ടാണ് മീനൊക്കെ വെട്ടിക്കഴുകാറുള്ളത്. ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വലിയ പാടാണ് കേട്ടോ. മഴയെന്ന് വെച്ചാൽ വലിയ മഴയല്ല, ചാറ്റലുണ്ടല്ലോ, ചെറിയ ചാറ്റലുണ്ട്. ഇന്ന് വെയിലും ഉണ്ട്, എന്നാൽ ചെറിയ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പോയിട്ടില്ല എന്ന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മീനിന്ന് അകത്ത് വെച്ച് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് തോല് കളഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇടിച്ചെടുക്കണം, ഇട്ടിട്ട്. അന്ന് നമ്മൾ സവോളയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല കേട്ടോ, കൊച്ചുള്ളി വളരെ കുറവായിരുന്നു, ഉള്ളതൊക്കെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ സവോളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തത്. ഇന്നിപ്പം കൊച്ചുള്ളി അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടും, ഇല്ലെങ്കിൽ ഇന്നിപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. പഴയ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം നമ്മുടെ മീൻകറി എങ്ങനെയാണെന്നുള്ളത്. പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒരു 5 പേരും കൂടെ വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ 2, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചിലപ്പം ഇന്നും ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരും കൂടി കാണട്ടെ നമ്മുടെ കറി. അതുകൊണ്ട് പറഞ്ഞതാട്ടോ, ബോറടിക്കേണ്ട പഴയ ആളുകൾ. അപ്പോൾ അതേ ഞാൻ എല്ലാം കൂടെയൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് ഇടിച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെത്തോലിക്കറി ഉമ്മച്ചിയാട്ടോ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മച്ചി അവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2 അടുപ്പിലും കൂടെ തീ പിടിപ്പിക്കാനായിട്ട് ഒരു ഇച്ചിരി മെനക്കെട്ട പരിപാടിയാട്ടോ. ഈ അടുപ്പിന് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഭയങ്കര പുകയില്ലാത്ത അടുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പുക കാരണം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ആരും ഈ കുരിശ് ഏക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിൽ സാധാ അടുപ്പായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഇടിച്ചൊരു വെച്ചിട്ടൊരു 12 വർഷമായി കാണും, 12-13 വർഷമൊക്കെ ആയി കാണും കേട്ടോ. എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോഴാണ് ഇതിന് കംപ്ലൈൻറ്റ്. അപ്പോൾ അവിടെ അടുക്കളയുടെ വശത്ത് ഒരു അടുപ്പിൻ്റെ കുഴപ്പമല്ല, പിന്നെ അടുക്കളയുടെ വശത്ത് ഒരു വലിയ തെങ്ങുണ്ടായിരുന്നു കേട്ടോ. തെങ്ങിൽ നിന്ന് തേങ്ങ വീണതാണ് അടുപ്പിൻ്റെ മുകളിൽ. അതായത് ഈ
ഓട് പൊട്ടി ഇതിനകത്തേക്ക് വന്ന് വീണ് കേട്ടോ. പിന്നെ ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ തെങ്ങിൻ്റെ മണ്ട, തെങ്ങ് ചതിക്കൂല എന്ന് പറയുന്നത് വെറുതെയാണ്. തെങ്ങിൻ്റെ മണ്ടയും കൂടെ ഒടിഞ്ഞ് ഇതിൻ്റെ മണ്ടയിൽ കൂടെ വീണിട്ടുണ്ട്. പണ്ടൊരു കാറ്റും മഴയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയതാണ്. കുറച്ച് ഭാഗമൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. എൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. പുറം ഭാഗം മൊത്തം പൊളിഞ്ഞ് പളിസായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നാണ് മേശിരിമാർ വന്നിട്ട് പറഞ്ഞത്. മാറ്റണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ അതേ ഞാൻ ചട്ടടുപ്പിലേക്ക് വെച്ചു. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകും ഉലുവയും, പച്ച ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നെങ്കിൽ മാത്രമേ എനിക്ക് കറിക്ക് ടേസ്റ്റ് വരൂ. പിന്നെ കൊച്ചുള്ളിക്ക് പകരം സവോള എടുക്കാനായിട്ട് ആരും നിൽക്കണ്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കൊച്ചുള്ളി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മീനിന് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടംപുളിയാണ് ബെസ്റ്റ്. കുടംപുളി ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ പിഴിഞ്ഞ പുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പച്ചക്കറി നോക്കിയപ്പോഴത്തേക്കും ആകെ ഇരിക്കുന്നത് മുട്ടക്കോസ് എന്ന് പറയുന്നത് ക്യാബേജും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ 2-3 പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ മത്തങ്ങ കഷ്ണം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കായും ആ മത്തങ്ങ കഷ്ണവും കൂടി ഇട്ടിട്ട് ചെറിയൊരു എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും, കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടിയും, കറിവേപ്പിലയും, ഒരു പച്ചമുളകും കൂടെ ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ ചട്ടിയിലിരിക്കുന്നത് നെത്തോലി കറിയാണ് കേട്ടോ. അത് റെഡിയാക്കി ഉമ്മച്ചി മാറ്റി വെച്ചിട്ട് ഉമ്മച്ചി അടുക്കളയിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ കറി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചൂരക്കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മീനും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇനി അടച്ച് വെച്ചിട്ട് നല്ല വറ്റിച്ചെടുക്കണം. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല, കാരണം ചാറ് വേണമല്ലോ, മീനും കൂടി ഉണ്ട്, എല്ലാവർക്കും കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാറ് തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കിയിട്ടില്ല, എന്നാൽ അങ്ങ് തീരെ വറ്റിച്ചും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരേ ഒരു പരാതി ഇപ്പോൾ വരുന്നത്, സ്ഥിരമായിട്ട് പറയുന്നുണ്ട് കറിവേപ്പില കൂടുതലാണ് കേട്ടോ കറികളിലെല്ലാം. എന്താണെന്നറിയത്തില്ല, അറിയാണ്ടങ്ങ് കറിവേപ്പില നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, ചെറിയുള്ളി, ജീരകം, അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ടുണ്ട്. അങ്ങനെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ എരിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് എരിശ്ശേരി ആയിരുന്നു. നമ്മൾ തേങ്ങയൊന്നും ഒരുപാടിട്ട് മൂപ്പിച്ചതൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.